സംസ്ഥാനത്ത് 30 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 24-ന്. 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഒരു കോർപ്പറേഷൻ, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി വാർഡുകളിലേക്കും തെരഞ്ഞെടുപ്പുണ്ട്. വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ഫെബ്രുവരി 6 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഫെബ്രുവരി 25-നാണ് വോട്ടെണ്ണൽ. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിലിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കുള്ള തീയതി ആവുകയാണ്, ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള തീയതി ആവുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജനപ്രതിനിധികൾ മരിച്ചതോ രാജിവെച്ചതോ ആയ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 30 തദ്ദേശ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 24-ന്, അടുത്ത മാസം 24-ന് നടക്കുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലും തെരഞ്ഞെടുപ്പുണ്ടാകും. ഒരു കോർപ്പറേഷൻ വാർഡുണ്ട്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുണ്ട്, 3 മുനിസിപ്പാലിറ്റി വാർഡുകളുണ്ട്, 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിങ്ങനെ 30 വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കുമെന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 6-ആണ്. സൂക്ഷ്മ പരിശോധന ഫെബ്രുവരി 7-ന്, തൊട്ടടുത്ത ദിവസം നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഫെബ്രുവരി 10 ആയിരിക്കുമെന്നും അറിയിക്കുന്നു. വോട്ടെടുപ്പ് ഫെബ്രുവരി 24-നും വോട്ടെണ്ണൽ തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 25-നും നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മേഖലകളിൽ നിലവിൽ വന്നതായും കമ്മീഷൻ അറിയിക്കുന്നു. ഏതായാലും ഇപ്പോൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ സമീപകാലത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകെ നടക്കാനിരിക്കുകയാണ്. 30 വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.